വീണ ജോർജ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഒരു പൊതുപ്രവർത്തകയുടെ നിലവാരത്തിലേക്ക് ഉയർന്നിട്ടില്ല എന്നതാണ് ഇന്ന് കണ്ണൂരിൽ കണ്ട ആശുപത്രി നാടകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മൈലപ്ര ബദനി സ്കൂളിലെ മോണാക്റ്റിൽ 1ാം സ്ഥാനം നേടിയ ആ പെൺകുട്ടിയുടെ അഭിനയ പാടവത്തോടുകൂടി തന്നെയാണ് ഇത്ര വർഷങ്ങൾക്ക് ശേഷവും വീണ ജോർജ് അഭിനയിച്ച് തകർത്ത് അഭിനയിക്കുന്ന ഒരു രംഗം നമ്മളിന്ന് കണ്ണൂർ കണ്ടത്. നമുക്കറിയാം, കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വലിയ പ്രതിസന്ധിയിലൂടെ പോവുകയാണ്. ഒരു രോഗവുമായി ആശുപത്രിയിൽ കടന്നു ചെല്ലുന്ന ഒരു സാധാരണ പ്രവർത്തകന് മാന്യമായിട്ടുള്ള ചികിത്സ കേരളത്തിൻ്റെ ആശുപത്രികളിൽ ലഭിക്കുന്നില്ല. കൈക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ ചെല്ലുന്ന ഒരു രോഗിക്ക് കണ്ണിന് ശസ്ത്രക്രിയ നടത്തിവിടുന്ന ഒരു സാഹചര്യം, അത്തരത്തിൽ സമാനമായിട്ടുള്ള എത്രയെത്ര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ കഴിഞ്ഞ കുറേയേറെ നാളുകളായി കേരളത്തിൻ്റെ സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു. കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് ഈ ഏറ്റവും തകർന്ന ഒരു വകുപ്പായി അല്ലെങ്കിൽ ഏറ്റവും ലോ പെർഫോമിംഗ് വകുപ്പായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. ഒരു മന്ത്രിയാണ്, അദ്ദേഹം ഒരു വനിതയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വലിയ രീതിയിലേക്കുള്ള പ്രൊട്ടക്ഷൻ ഒരുക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സൈബർ ഹാൻഡിലുകളെല്ലാം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 9.25 വർഷക്കാലമായി കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വലിയ രീതിയിൽ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോവുകയാണ്. ഒരു നിസാര രോഗമായി ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുന്ന ആളുകൾക്ക് മൂക്കിൽ പഞ്ഞി വെച്ച് ഇറങ്ങി വരേണ്ട അവസ്ഥയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ് കേരളം ഇതിനെപ്പറ്റിയൊന്നും സംസാരിക്കാത്തത്? അല്ലെങ്കിൽ ഈ മന്ത്രിമാരോ ഈ മുഖ്യമന്ത്രിയൊന്നും ഇതിനെപ്പറ്റി എന്താണ് സംസാരിക്കാത്തത്? ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രതിഷേധം കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി KSUവും യൂത്ത് കോൺഗ്രസും നിരവധിയായിട്ടുള്ള സമരങ്ങളിൽ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത് കേരളത്തിൻ്റെ മുഴുവൻ പൊതുസമൂഹത്തിൻ്റെ പ്രതിഷേധമാണ്. ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ ഞങ്ങളത് പ്രകടിപ്പിച്ചു വരുന്നത്.